ശബരിമല കൊള്ളയുടെ ഏറ്റവും പുതിയ അപ്ഡേഷൻസിലേക്കാണ്. കാരണം ഗൂഢാലോചനയുടെ വഴിയാണ് ഇപ്പോൾ SIT. തീർച്ചയായിട്ടും ആ ഗൂഢാലോചനയുടെ വിവരങ്ങൾ ഓരോന്നായി ചിക്കി പുറത്തെടുക്കുമ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള കേസിൽ 2019 ദേവസ്വം ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുള്ളത്. സ്വർണം പൂശാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് അന്വേഷണ സംഘം പിടിച്ചെടുത്തിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയുടെ വളരെ നിർണായക വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംസ്ഥാനത്തിന് പുറത്തേക്ക് കൂടുതൽ പരിശോധനയ്ക്ക് ഒരുങ്ങുന്നു SIT. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, അങ്ങനെ ഈ ശബരിമലയിലെ സ്വർണം കവർന്ന് കൊണ്ടുപോകുന്നതിന് പിന്നിൽ നടത്തിയ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ചുരുളഴിക്കാൻ ഒരുങ്ങുന്നു SIT. ഇന്നലെ ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ അതിനിർണായകമായ നീക്കങ്ങളിലേക്ക്, എന്ന് വെച്ചാൽ അന്വേഷണത്തിന്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് SIT കടക്കുന്നു. അപ്പോൾ ഈ ഗൂഢാലോചന എവിടെയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളിലായി, ഏതൊക്കെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് നടന്നു, അതിൽ ആരൊക്കെ പങ്കാളികളായി എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക നിഗമനം ഇപ്പോൾ SIT കൊണ്ടോ? ആ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കഴിയുമോ? ഏതൊക്കെ വഴികളിലൂടെയാണ് നിലവിൽ SITയുടെ സഞ്ചാരം? SITയുടെ ഒരു നിർണായക നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും. കാരണം ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ആദ്യ തീരുമാനങ്ങൾ വരുന്നതെന്ന് പറയുന്നത് 2019 അതിന്റെ ഒരു യോഗ തീരുമാനങ്ങളിൽ, ദേവസ്വം ബോർഡ് യോഗ തീരുമാനങ്ങളിലൂടെയൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോരുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ പറയുന്ന രേഖകളിലൊക്കെ മാറ്റം വരുത്തി സ്വർണം എന്നത് ചെമ്പാക്കി മാറ്റുന്ന ഉത്തരവൊക്കെ വരികയും ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നടന്ന ഇതിന്റെ ഗൂഢാലോചനയിൽ ആർക്കൊക്കെ പങ്കുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത തേടുകയാണ് അന്വേഷണ സംഘം. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രാഥമികമായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒക്കെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഗൂഢാലോചനയെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം പറഞ്ഞിരുന്നത് ഞങ്ങൾ 5 പേർ ചേർന്നാണ് ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തിയെന്നാണ് പറഞ്ഞിരുന്നത്. അതിൽ ഒരാളുടെ പേര് വ്യക്തമാക്കിയിരുന്നു, കൽപേഷ് ഉണ്ട് ഈ സംഘത്തിൽ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ബാക്കി 3 പേരുടെ പേര് പറയുകയും ചെയ്തിരുന്നില്ല. പക്ഷെ അന്വേഷണ സംഘം ഇത് ഇവിടെ കൊണ്ട് മാത്രം നിൽക്കുന്നു എന്ന രീതിയിൽ കണക്ക് കൂട്ടുന്നില്ല. കാരണം കൂടുതൽ ആളുകൾക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് സംശയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഇതിൽ ഏതൊക്കെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്, അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് മെമ്പേഴ്സിന് ആർക്ക് പങ്കുണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരം രേഖകളൊക്കെ പരിശോധിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്നാണ് അന്വേഷണ സംഘം കണക്കൂട്ടുന്നത്. അതുകൊണ്ടാണ് ബന്ധപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് നേരെയൊക്കെ അന്വേഷണത്തിന് പോകുന്നത് നമ്മൾ കണ്ടതാണ്. പലരും അതിൽ ആരോപണ വിധേയരുമാണ്. അതിനപ്പുറത്തേക്ക് വീണ്ടും ഇത്തരം ആരോപണങ്ങളൊക്കെ ആവർത്തിക്കുന്നു. അപ്പോൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശാൻ നിശ്ചയിച്ചത് അത് പുതിയ ദേവസ്വം ബോർഡിന് ഏതെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്കൊക്കെ SIT കടക്കുന്നുണ്ടോ? ആ ഒരു അന്വേഷണത്തിലേക്ക് SIT കടക്കുന്നുണ്ട്. ഇന്നലെ ഹൈക്കോടതി അത്തരത്തിലുള്ള സ്ട്രിക്ട്ലി ഡയറക്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് 2019 ആ സ്വർണ്ണക്കൊള്ളയും മാത്രം ഇതിനെ ഒതുക്കി നിർത്തരുത്, അതിനുശേഷം നടന്ന ഗൂഢാലോചനയെ കുറിച്ചും അന്വേഷണം വേണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന് ഇത്തവണ ഈ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായി ഉണ്ടായിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറഞ്ഞാൽ 2019 ഇത്തരത്തിലൊരു സ്വർണ്ണക്കൊള്ളയ്ക്ക് അവസരമൊരുക്കി എന്നുള്ളത് പഴയ ബോർഡിന്റെ പ്രശ്നമുണ്ട്. പക്ഷേ അതേ സംഘത്തിന്റെ തന്നെ വീണ്ടും ഇത് സ്വർണം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടപടികൾ ചെയ്തത് ഇവർ തന്നെയാണെന്നാണ് പറയുന്നത്. ഒരു ഇന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് കത്ത് എഴുതിയതായി വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണത്തിലേക്ക് SIT കടക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ വിവരങ്ങൾ ആദ്യം പുറത്തു വരാനുള്ള പശ്ചാത്തലം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടതാണ്. കാരണം ഈ 2019 ഇത്തരത്തിൽ ഒരു സ്വർണം കൊണ്ടുപോയി എന്നുള്ളോ അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം ഇത് പൂശി എന്നുള്ള വിവരങ്ങൾ അറിയുണ്ടായിരുന്നില്ല. ഈ കഴിഞ്ഞ തവണ ഈ 2025 ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോഴാണ് തങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് ഇത് കൊണ്ടുപോയിട്ടുണ്ടല്ലോ എന്നുള്ളത് ദേവസ്വം കമ്മീഷണർ ഇക്കാര്യം കോടതിയെ അറിയിക്കുകയും അതിനുശേഷമാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തത്. സ്വാഭാവികമായും ആദ്യം സ്വർണ്ണ തട്ടിപ്പിനെ കുറിച്ച് പരിശോധിക്കുന്നു, അതിനുശേഷം വീണ്ടും ഈ സംഘത്തിനെ തന്നെ ഇത് ഏൽപ്പിക്കാനുള്ള കാരണത്തിലേക്ക് പോയി. അതിനാരൊക്കെയാണ് ഇത്തരത്തിൽ ഒരു ചുമതല വഹിച്ചിരിക്കുന്നത്, അതിനുള്ള നേതൃത്വം കൊടുത്തിരിക്കുന്ന ആര് എന്നും സംബന്ധിച്ചും അന്വേഷണം വ്യാപിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും പുറത്തു വരുന്ന വിവരങ്ങൾ നിലവിലെ ബോർഡ് അംഗങ്ങളെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. അത് വലിയൊരു പ്രചരണ വിഷയമാക്കി നിലവിൽ പ്രതിപക്ഷവും മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്യും.